അദ്ദേഹത്തിന് പിന്നിൽ അഗ്നിജ്വാല പോലെ സുന്ദരിയായ ഒരു തരുണി. താങ്കൾക്ക് എന്തോ ഉണർത്തിക്കാനുണ്ട് എന്ന് തോന്നല്ലോ. പറയൂ, മടിക്കേണ്ട. പുരി ജഗന്നാഥ സ്വാമി നമുക്ക് എന്നും തുണയെ കൂടെ ഉണ്ടാകും. സ്വാമി, ഞാൻ ദേവശർമ്മൻ, അകലെ കിന്ദുവിൽപ്പം എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഈ നിൽക്കുന്നത് എൻ്റെ മകൾ പത്മാവതി. എനിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താനുണ്ട്. ഓഹോ, സന്തോഷം. എന്താണ് വഴിപാട്? വഴിപാടായി നൽകാനുള്ളത് ഈ നിൽക്കുന്ന എൻ്റെ മകളെ തന്നെയാണ്. എന്ത്, മകളെ വഴിപാടായി നൽകുന്നു? ഹേ മനുഷ്യ, താങ്കൾക്കെന്തോ കുഴപ്പമുണ്ട്. മനുഷ്യന് വഴിപാടായി നൽകാറില്ല, സ്വീകരിക്കുകയുമില്ല. തിരികെ പോ. ക്ഷമിക്കണം സ്വാമി. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം സഹിക്കവയ്യാതെ ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ്, ഒരു കുഞ്ഞുണ്ടായാൽ ഇവിടെ വഴിപാടായി നൽകാമെന്ന്. ആ പ്രാർത്ഥന മൂലം ഉണ്ടായതാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ പത്മാവതി. ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയുക സാധ്യമല്ല. താങ്കൾ നാളെ വരും, എന്നിട്ട് ആലോചിക്കാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. പിറ്റേന്ന് കാലത്ത് തന്നെ ദേവശർമ്മ മകളെയും കൂട്ടി ക്ഷേത്രത്തിലെത്തി. ദേവശർമ്മ, താങ്കളും മകളും ഈശ്വരാനുഗ്രഹമുള്ളവരാണ്. സാക്ഷാൽ പുരി ജഗന്നാഥനെ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ഇന്നലെ ഞാൻ കണ്ട ദിവ്യ സ്വപ്നത്തിൽ കഥ ചൊല്ലാൻ കേട്ടിതു ദൈവഹിതം. മകളെ നൽകണം കന്യാദാനമായി ജയദേവനു അതുവായി. മകളെ താങ്കളുടെ തന്നെ ഗ്രാമത്തിലുള്ള ജയദേവന് വിവാഹം ചെയ്തു കൊടുക്കുക, അതാണ് ദൈവഹിതം. കൃഷ്ണഭക്തനും കവിയുമായ ജയദേവൻ പത്മാവതിക്ക് അനുയോജ്യനായ ഭർത്താവായിരിക്കും. ദേവശർമ്മ മകളെയും കൂട്ടി ജയദേവന്റെ വീട്ടിലേക്ക് യാത്രയായി.
ഇരുവർക്കും ഈ എളിയവന്റെ കുടിലിലേക്ക് സ്വാഗതം. ദേവശർമ്മ നടന്ന സംഭവങ്ങളെല്ലാം ജയദേവന് പറഞ്ഞു കേൾപ്പിച്ചു. പുരി ജഗന്നാഥന്റെ അനുജ്ഞപ്രകാരം ഞാനിതാ എന്റെ മകൾ പത്മാവതിയെ താങ്കൾക്ക് വധുവായി നൽകുന്നു. സദയം സ്വീകരിച്ചാൽ. അങ്ങ് എന്താണ് ഈ പറയുന്നത് ദേവശർമ്മ? അങ്ങേക്കറിയാലോ, പരമദരിദ്രനാണ് ഞാൻ. കൃഷ്ണഭക്തിയിലും കാവ്യസബരിയിലും മുഴുകിക്കഴിയുകയാണ്. ദരിദ്രനായ ഒരുവന് സ്വന്തം മകളെ നൽകി അങ്ങ് ക്രൂരത കാണിക്കരുത്. ജയദേവൻ, ഞാൻ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പുരി ജഗന്നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മകളെ, അച്ഛൻ പോകുന്നു. പത്മാവതി, കരയരുത്. വിഷമം മൂലം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കൂ പത്മാവതി. താമസിയാതെ അവർ വിവാഹിതരായി. ഒരാൾ മറ്റേയാൾക്ക് ജീവന്റെ ജീവനായി മാറി. മിക്ക രാത്രികളും നിദ്രാഹീനങ്ങളായിരിക്കും. ജയദേവൻ മധുരസാന്ദ്രമായി പാടിക്കൊണ്ടിരിക്കും. പത്മാവതി ആ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. അവർ ആടെയും പാടയും ധന്യമാക്കിയ രാത്രികളിൽ ആ കുടിലിൽ നിന്നും ഒഴുകിയ മധുര സംഗീതവും ചിരമ്പലിയും നമുക്ക് കേൾക്കാം.
ജീവിതവും കവിതയും ഇടവരിയാത്ത നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ജയദേവൻ ഗീതാഗോവിന്ദത്തിന്റെ രചന ആരംഭിച്ചു. ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള സമാഗമങ്ങളും വിരഹവേദനയും മറ്റുമാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം. ഏഴാമത്തെ ചരണം എഴുതിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്നു, അല്ലയോ പ്രിയ രാധേ, കാമവിഷം കയറിയ എന്റെ ശിരസിൽ ഭവതിയുടെ പാദപല്ലവങ്ങൾ ചേർത്ത് വെക്കും. ഭഗവാനെ, ഞാൻ എന്താണ് എഴുതിയത്? പത്മാവതി, പത്മാവതി, ഞാനൊരു അവിവേകം കാണിച്ചു. രാധയുടെ പാദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽ ഭൂഷണമാക്കാൻ ആവശ്യപ്പെടുന്നതായി ഗീതാഗോവിന്ദത്തിൽ എഴുതിപ്പോയി. എഴുതി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, മഹാപാപം. പാടുന്നു അത് സാക്ഷാൽ ഭഗവാനല്ലേ? കൃഷ്ണ കൃഷ്ണ, ഞാൻ എഴുതിയത് അപരാധമാണെങ്കിൽ ഈ അവിവേകിക്ക് മാപ്പ് തരണേ. പ്രിയ സഖിരാതൻ പാദപത്മങ്ങൾ ഭഗവാൻ ശിരസിൽ ചേർക്കുകയോ, പാപമുക്തിക്കായി എന്നു നാം ചെയ്യണം ഏതു തീർത്ഥത്തിൽ കുളിക്കണം. പത്മാവതി, ആ ഭാഗം ഞാൻ ഗ്രന്ഥത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞു. ഇതാ ഗ്രന്ഥം, അകത്തു കൊണ്ടുപോയി വെക്കൂ. വല്ലാത്ത പാരവശ്യം, എനിക്കൊന്ന് കുടിക്കണം. ഇതെന്തു പറയുവായും? പത്മാവതി, ഇതെന്തൊരു അത്ഭുതമാണ്! ഞാൻ വെട്ടിയ ഭാഗം വീണ്ടും എഴുതി ചേർത്തിരിക്കുന്നു. ഇതാര് ചെയ്തു? സ്വാമി, അങ്ങ് തന്നെയാണല്ലോ അത് എഴുതി ചേർത്തത്. ഓർക്കുന്നില്ലേ, കുളിക്കാൻ പോയ അങ്ങ് തിരികെ വന്ന് എന്നെ നിന്ന് ഗ്രന്ഥം വാങ്ങി അത് എഴുതി ചേർത്തു. ഇതാ ഗ്രന്ഥത്തിൽ കയ്യിൽ എണ്ണം പുരണ്ടത്.
ഇതെന്തു പരീക്ഷണം? കൃഷ്ണ എന്നകക്കണ്ണു തുറക്കാൻ സത്യത്തിൻ പൊരുളറിയാൻ കനിയണേ ദേവാ കൃഷ്ണ. പത്മാവതി, വന്നത് നാം ആയിരുന്നില്ല. നമ്മുടെ രൂപത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. പത്മാവതി, നീ എത്ര ധന്യയാണ്. ഇത്രയും നാൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ എനിക്ക് ആ കരുണാമൂർത്തിയുടെ ദർശന സൗഭാഗ്യം സിദ്ധിച്ചില്ല. പത്മാവതി, നിനക്കാണ് ആ മഹാഭാഗ്യം ലഭിച്ചത്. നീ പുണ്യവതിയാണ്. നിന്റെ ഭർത്താവെന്ന ഖ്യാതി മാത്രമേ എനിക്കുള്ളൂ. അതിനാൽ 19ാമത്തെ അഷ്ടപതിയിൽ ജയദേവൻ ഇങ്ങനെ എഴുതി: ఇది చడుల చాడుపడు చారూర వైరినో రాధికామతి వచన జాతం జయది పద్మావతి రమణ జయదేవ కవి భారతీ ഫണിതമിതി ഗീതം. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്ന ചപലവാക്കുകൾ പത്മാവതി രമണനായ ജയദേവ കവിയുടെ ഗീതത്തിലൂടെ ജയിക്കുന്നു. ജയദേവന്റെ കാവ്യനിഷ്ഠയെ ദീപ്തമാക്കിയതിനു പിന്നിൽ പത്മാവതി വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പ്രിയമുള്ളവരെ, ഉദ്ദേശം 800 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗീതാഗോവിന്ദം ഇന്നും ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിലും സംഗീത കച്ചേരികളിലും ആലപിക്കപ്പെട്ടു വരുന്നു. ഉത്തമ സംസ്കൃത ഭാഷയിൽ 12 സർഗങ്ങളായി രചിക്കപ്പെട്ട ഈ ശൃംഗാര കാവ്യം ഭക്തന്മാർക്കും സംഗീത പ്രേമികൾക്കും ഒരുപോലെ സായുജ്യമേകുന്നു. നന്ദി, നമസ്കാരം.